ആ പറഞ്ഞ സാധനം തന്നെ. എന്താ പറഞ്ഞ പറഞ്ഞത് അതെന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബൊഹേമിയൻ. I can touch? Yeah. She's so cute. Oh my god. Hoi Coco. Hi Coco. To chapter 2025. Hello ladies and gentlemen, welcome to our channel, Our happy face. Happy New Year. So ഇന്ന് ന്യൂ ഇയർ ഈവ് ആണ്. 31st ഡിസംബർ ഈവനിങ് ആണ് ഇപ്പോൾ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഉമ്മൽ ക്വീനിലെ കൈറ്റ്സ് ബീച്ചിലാണ്. ഇവിടെ ഒരു ബീച്ച് ഹട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ നമുക്ക് ഈ ബീച്ചിൽ തകർക്കാം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഓൾറെഡി കുറെ മുന്നേ ഇത് ബുക്ക് ചെയ്തതാണ്. ഞങ്ങളായിരുന്നു ഫസ്റ്റ് ബുക്ക് ചെയ്തത്. ഇവിടുത്തെ ഹട്ട് ഇവർക്കാകെ 5 ഹട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞങ്ങളാണ് ആദ്യത്തെ ഹട്ട് ബുക്ക്. കാരണം ഞാനിത് ഇവരുടെ സ്റ്റാറ്റസ് കണ്ട അന്ന് തന്നെ ഇവർ വിളിച്ചതും ഇവിടെ ഒരു പ്രാവശ്യം വന്ന് സംസാരിച്ചു. അപ്പോൾ അവർ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനായിരുന്നു ഇവരുടെ ഫസ്റ്റ് കസ്റ്റമർ. സോ എന്തായാലും ഇതൊരു സൂപ്പർ ആയിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ബീച്ച് റിസോർട്ട്, ഇവിടുത്തെ ബീച്ച് റിസോർട്ട് അല്ല, കൈറ്റ്സ് റിസോർട്ട്, സംതിങ് ലൈക്ക് ദാറ്റ്. എന്താ കൈറ്റ് ബീച്ച് റിസോർട്ട്. അതായത് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുക സൂപ്പർ ഒരു സ്ഥലമാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതേപോലെ നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്ക് സംതിങ് wow, it's nice. New Year we will rock here, I think so. കാരണം ഇവർ നമുക്കിത് ഇങ്ങനെ ഫൈബർ ഒപ്റ്റിക്കിൻ്റെ ലൈറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇവരെന്തായാലും ഇവിടെ പരിപാടി ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കംപ്ലീറ്റ്ലി. ഇതിൻ്റെ ഉള്ളിലെ ആംബിയൻസ് ആയാലും ക്രിസ്മസ് മൂഡായാലും കാര്യങ്ങളായാലും ഒക്കെ നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇവരുടെ ഒരു പുറത്ത് എവിടെയാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് നമ്മളിതിൻ്റെ ഉള്ളിൽ ഹട്ടും എല്ലാം ഉണ്ടാക്കി കാര്യങ്ങളായിട്ട് നമ്മളിവിടെ വന്ന് കയറി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന്, അതായത് നമുക്ക് അവിടെ നിന്ന് കയറുമ്പോൾ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കാണുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റിംഗ് ആയാലും ഫസ്റ്റ് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി കഫേ എന്ന് പറയും. സംതിങ് ലൈക്ക് കാറ്റ്സ്, ഡോഗ്സ്, അവരുടെ ഒരു ലോകമാണ് ഇവിടെ മുഴുവനായിട്ട് കാണുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ എല്ലാവർക്കും അവരുടെ പെറ്റ്സിനെ കൊണ്ടുവരാം. അവർക്ക് അതിൻ്റെ ഈവൻ ഇവിടുത്തെ മെനുവിൽ, അതായത് ഇവരുടെ മെനുവിൽ നമുക്ക് കാണാം കാറ്റ് ഫുഡ്, പെറ്റ് ഫുഡ് അടക്കം ഇവർ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആംബിയൻസ്, ഇതിൽ ആംബിയൻസ് മാത്രം കാണാൻ തന്നെ നമുക്കുണ്ട് കേട്ടോ. നോക്കി എല്ലാവർക്കും നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിൽ ഇവൺ ഒരു ബീച്ച് ആക്സസറീസ് ആയാലും ബീച്ച് വെയർസ് ആയാലും എല്ലാം സൂപ്പർ. ഇവിടെ ഇവർക്ക് സർഫിങ്ങിനൊരു സ്പെഷ്യലൈസ്ഡ് ആണ്. ഇവർക്ക് അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളെല്ലാം ഇവൻ റെൻറ്റിനായാലും കാര്യങ്ങളായാലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബീച്ച് വെയർസ്, ഇവിടെ ഒരു നല്ലൊരു കഫേ ഉണ്ട്. ഇതാ അവളുടെ പണി തരും. അവളിവിടുന്ന് ഷോപ്പിങ്ങിനല്ല നമ്മളിന്ന് വന്നത്. നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടമാവുന്ന ഒരു മൂഡാണ് കേട്ടോ. നോക്ക്, ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഫാമിലിയിലൂടെ ഒക്കെ ഒരു സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു പ്ലേസ് ആണിത്. ലൈക്ക് യു ക്യാൻ സിറ്റ് ഹിയർ, റിലാക്സ്, ഹാവ് സം ഗുഡ് ഫുഡ്. ഓൾസോ ബുഫേ ഡിന്നർ ഈസ് ഇൻക്ലൂഡഡ് in our package. In our package, so which will start at around like 8 p.m. So we have come around 6 p.m. right now. Actually നമ്മൾ 6 p.m. മുൻപ് എത്തുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഒരു സൺസെറ്റ് വ്യൂ കിട്ടിയിരുന്നു. അതേപോലെ പക്ഷെ അത് നമ്മൾ മിസ്സായി. ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായി. പിന്നെ 1-2 കാര്യങ്ങളായിട്ട് അത് ലേറ്റ് ആയതുകൊണ്ട് നമുക്കത് മിസ്സായി. നമുക്ക് ട്രൈ ചെയ്യാം, സൺ റൈസ് മൂവ്മെൻറ്റ് കാണാൻ പറ്റും. മേലെ ഒന്ന് കയറി നോക്കാം. ഇതിവിടെ സ്റ്റെയർസ്, വാ കണ്ടോ. ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ്, അതായത് ഇതിൻ്റെ ഐഡിയ വളരെ സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അതായത് ആൾക്കാർക്ക് ആർക്കും ഇവിടെ കയറി കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ പൈസ കൊടുത്ത ഒരു കഫേയിൽ കയറിയ ഒരു ഫീലല്ല. സംവെയർ നമ്മൾ ഓ മൈ ഗോഡ് സീ ഇത് നോക്കി ഇവരുടെ ഡോറ് കഴിഞ്ഞത് ഇവിടെ വരുമ്പോൾ നമുക്കവിടെ സൺ ബെഡും കാര്യങ്ങളെല്ലാം കിട്ടുന്നു. ഓ ഇറ്റ്സ് നൈസ് യാ, സൂപ്പർ. നോക്ക് ഇവിടെ നല്ലൊരു സ്പേസാ. സീ സംതിങ് കണ്ടോ, ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സൺ ബെഡ്സും കാര്യങ്ങളും. ഇത് സൂപ്പർ. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇവിടേക്ക് കയറിയില്ല അല്ലേ. നമ്മളന്ന് ആക്ച്വലി താഴെ നമ്മൾ ടെൻ്റാണ് എടുത്തിട്ടുണ്ടാകുന്നത്.
ടെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെൻറ്റ് എടുത്തു. അതിനുശേഷം ഇവിടെ വന്നു. ഓ മൈ ഗോഡ്, ഇവിടെ സൗന്യമുണ്ട്. സോനാബാത്ത് ഐസ് ടബ്, ഐസ് ബാത്ത്, സോനാബാത്ത്. But I don't think it's accessible right നോ now. നോട്ട് നൗ, നോട്ട് നൗ. ഐ തിങ്ക് ഇവിടെ അത് വേറെ പാക്കേജ് തന്നെ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യാം. ഇവിടെ ഐസ് ബാത്ത് ഉണ്ട്, ഇതായിരിക്കുന്നു. ഓ ദിസ് ഈസ് നൈസ്. ഈ ഏരിയ തന്നെ എൻറ്റയർ ഡിഫറെൻറ്റ്. നോക്ക് ഇതിൻ്റെ ഒരു സീലിംഗ് ആയാലും ലൈറ്റ്സ് ആയാലും എല്ലാം ഒരു ബൊഹീമിയൻ വൈബ് ആണല്ലോ. ആ പറഞ്ഞ സാധനം തന്നെ. എന്താ പറഞ്ഞ പറഞ്ഞത് അതെന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബൊഹീമിയൻ Bohemian wooden vibes are it's really nice, something different. And also we have mummy daddy with us. Yes. So they are sitting in the വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. which is tomorrow January 1st തന്നെ ആയിരുന്നു. January, so it's easy to remember, right? അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് മക്കളെ ഞാനിത് 1ാം തീയതി തന്നെ വലിച്ചു നീട്ടിയത്. The beach also has a beautiful cafe where you can enjoy snacks, salads, pasta, pizzas, cakes and ice creams, and has a great seating arrangement to accommodate a lot of people, where they can enjoy the vibrant ambience and great food. The Kite Beach Umm Al Quwain is also a kite surfing training center that offers some of the best adventures in kite surfing, among other water sports facilities as well. So if you are looking for a great chill out place, then Kite Beach Umm Al Quwain is the perfect holiday spot that seamlessly unites the sea with families. ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ എൻട്രൻസും കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തു. മേലെ കയറി സോനാബാത്ത് കണ്ടു, ഐസ് ബാത്ത് കണ്ടു. ഈ ഒരു ഫ്രണ്ട് എൻട്രൻസ് ഏരിയ തന്നെ സൂപ്പറാണ് കേട്ടോ. ഇവിടെ നമുക്ക് ലൈറ്റ്സ് ആയാലും, ഇവിടെ രാവിലെ എനിക്ക് തോന്നുന്നത് വേറൊരു മൂഡായിരിക്കും, ഡേ ടൈമിൽ നല്ല രസമായിരിക്കും, വേറൊരു മൂഡാണ്. പിന്നെ അതുപോലെ നൈറ്റിൽ ലൈറ്റ്സ് എല്ലാം ഓൺ ആകുമ്പോൾ അതും സംതിങ്. എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ മാലദ്വീപ്സിലൊന്നും പോയിട്ടില്ല, പക്ഷെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പിലാണെന്ന് തോന്നുന്നു ആളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും സൂപ്പറായിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഒരു വൈൽഡ് ലൈഫ് സംതിങ് ഒരു ജിം ഉണ്ട്, സെറ്റപ്പ് ജിം. ഐ വിൽ ഷോ ദാറ്റ്. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പോക്ക് തന്നെ. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാടി കഴിഞ്ഞു. ഊഞ്ഞാലാടി കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് ഏരിയ കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു ഏരിയയിലോട്ടാണ്. അത് കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഒരു ബുഫേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. സെയിം ഫുൾ ഒരു വുഡൻ ലുക്കും കാര്യങ്ങളായിട്ടും കഴിഞ്ഞ് ദെൻ മക്കളെ നമ്മൾ പറഞ്ഞു ജിം, താഴ്സൺ ജിം. ഇറ്റ്സ് താഴ്സൺ ജിം. കണ്ടോ, Tarzan Gym. Is it open? I think it's close, but still നമുക്ക് ഇവിടെ നിന്ന് നോക്കാം, ഒരു വീഡിയോ വൈബ് എടുക്കാം. ഓ ഞാൻ ഇവിടുത്തെ ഡംബിൾസും ബാർബെൽസും ഒക്കെ കണ്ടോ, എല്ലാം വുഡൻ. ഇറ്റ്സ് എല്ലാം ഒരു വുഡൻ ടൈപ്പാണ്. സോ ഗായ്സ് കണ്ടോ, ഇവിടുത്തെ ഡംബിൾ, ബാർബെൽസ്, വെയിറ്റ് ലോഡഡ്. ഓ ഇതെല്ലാം വുഡാണ്. ഇത് ടാർസൻ എന്ന് റിയൽ അവർ മീൻ ചെയ്ത് പറഞ്ഞത്. ഞാൻ ഇത് കാട്ടുവാസികളുടെ ജിം തന്നെയാണ് സത്യമായിട്ടും. ഇതൊരു കാടൻ ജിം കണ്ടോ, കാടൻ നാടൻ ജിം. ദിസ് ഈസ് നൈസ്. കണ്ടോ ഇവിടുത്തെ എല്ലാ സെറ്റപ്സ് ആയാലും സ്കോട്രാക്കൊക്കെ കണ്ടോ, പക്ക വുഡിൽ ചെയ്തിരിക്കുന്നു. വെയിറ്റ് പ്ലേറ്റ്സ് എല്ലാം വുഡൻ വെയിറ്റ് പ്ലേറ്റ്സ് ഉണ്ട് ഇവർക്ക്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് നൈസ്. വെയിറ്റ്സ് 40 kg വെയിറ്റ് നോക്കിയേ. സെഡ് ബാർ ഇത് സൂപ്പറാണ്. ഇതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ജിം കാണുന്നത്. സംതിങ് കാടൻ നാടൻ ജിം. ഓ ഇന്നാണ് വർക്കൗട്ടിൻ്റെ ടൈം.
ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. അവർ ജസ്റ്റ് ഷെൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് നൈസ് ആയിട്ടുണ്ട്. നൈസ് ആയിട്ടുണ്ട്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഡെക്കറേഷൻ രണ്ടും ഉണ്ട്. അതെ, രണ്ടും കൂടി ഉള്ളപ്പോൾ അവർക്ക് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇൻഡിവിജ്വൽ ഹട്ട്സ് യു ക്യാൻ സീ. ദിസ് ഈസ് ടെന്റ് ഹട്ട്സ്. ഇവർക്ക് 5 ഹട്ട്സ് ആണ് ഉള്ളത്. ഇത് കൂടാതെ ഇവർക്ക് അവിടെ ഒരു DJ ഫ്ലോർ ഉണ്ട് സെപ്പറേറ്റ്ലി. അതായത് ആക്ച്വലി ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് അവരുടെ DJ ഫ്ലോർ വരുന്നത്. അതും ഇവർക്ക് ആക്ച്വലി ബേസിക്കലി ഇവർക്ക് ഉള്ളത് ഓൺ ടെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇവരുടെ ടെൻറ്റുകളുണ്ട്. ആ ടെൻറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാം വെച്ചാൽ അടുത്തത് അവർക്കൊരു ഹട്ട് ഓപ്ഷൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും കൂടാതെ നമുക്ക് നോർമൽ അംബർലയിൽ അവർക്ക് നമുക്ക് ടേബിൾസും ചെയർസും യൂസ് ചെയ്തിട്ട് അതിലും ഇരിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഹട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അംബർലാസ് കൊടുക്കാം, ടെൻസ് കൊടുക്കാം. ടെൻറ്റ് ഇത് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഈ ടെൻസ് നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല. ഇന്നായാലും ഇവർക്ക് വന്ന് നോർമലി ഇതെല്ലാം പെയ്ഡ് ടെൻസ് ആണ് ഇവർക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ അംബർലാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് കോമൺ ആണ്. നമ്മൾ തന്നെ ഇതിൽ കൂടെ നടന്ന് നേരെ ചെന്ന് കയറുന്നത് അവരുടെ DJ സ്പോട്ടിലേക്കാണ്. അത് ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു സ്പോട്ടാണ് അവിടെ. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ നല്ലൊരു ഊഞ്ഞാലുണ്ട്. അതും ഒരു സംതിങ് സൂപ്പറാണ്. അത് ബീച്ചും ആ ബീച്ച് കണ്ടിട്ട് നമുക്ക് ഊഞ്ഞാലാടാം. ഇതൊന്ന് തകർക്കും. ഓൾറെഡി കുറച്ച് നേരമായി ഒരു പ്ലേ ചെയ്തിരുന്നു മ്യൂസിക്. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ നല്ല പവറാവും. പവറേ ഇതോ ഇവിടെ നിന്നുള്ള വ്യൂ അങ്ങോട്ട് നോക്കിയാൽ കാണാം. അതാണ് ഹട്ടുകൾ. അതിൽ നമ്മുടെ സെക്കൻഡ് ഹട്ടാണ് നമ്മുടെ സോ ഇവിടെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഊഞ്ഞാലുണ്ട്. തിരമാലകൾ ബേസിക്കലി നമുക്ക് UAE കുറവാണല്ലോ, എല്ലാവർക്കും അറിയാലോ. ഈ സമയം വേലി ഇറക്കമാണ്, അതായത് കടലെല്ലാം ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. നാളെ രാവിലെ വേലി കയറ്റാം. നമ്മൾ പറഞ്ഞില്ലേ പെറ്റ് ഫ്രണ്ട്ലി ആണ്. ഇഷ്ടം പോലെ നായ്ക്കളും പട്ടികളും പൂച്ചകളും എല്ലാവരും ഉണ്ട്. ഇത് കണ്ട ഞാൻ ടോട്ടൽ 5 ഹട്ടാണ് ഉള്ളത്. നമ്മുടെ ഹട്ടാണ് ഈ കാണുന്ന ഹട്ട്. അതിൽ തന്നെ അവരവിടെ നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹട്ട് ഇതിൻ്റെ മേലേക്ക് ഇത് എങ്ങനെ കയറുമ്പോൾ രണ്ട് തട്ടായിട്ടാണ് നമ്മുടെ ഹട്ടുള്ളത്. ഇത് ഇവിടെ അടുത്തത് ഇത് ലൈറ്റ് ഇല്ലല്ലോ. ആരെവിടെ ലൈറ്റ് എവിടെ? നമ്മുടെ 2 നേരം ലൈറ്റ് ഇട്ട് ഇത് കയറുമ്പോൾ ഇവിടെ സ്റ്റെപ്സ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സബർബഞ്ചം ഊഞ്ഞാൽ. ഡാഡി, മമ്മി, ഇത് നമ്മുടെ ബീച്ച്. യെസ്, ഞങ്ങളുടെ ബാൽക്കണി. ദിസ് ഈസ് അവർ ബാൽക്കണി ഗൈസ്. ഇത് സൂപ്പറാട്ടാ. കണ്ടോ, ഇന്ന് മിക്കതും ഞങ്ങൾ ഇവിടെ ആവും കിടന്നുറങ്ങി. നമ്മളിവിടെ കിടന്നുറങ്ങി സൺറൈസ് കാണാൻ പറ്റില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ കണ്ട് രാവിലെ എണീറ്റ് കുടുംബത്തിൽ പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി ന്യൂ ഇയർ എല്ലാം പടക്കം പൊട്ടലൊക്കെ കഴിഞ്ഞ് എന്താവും എന്നുള്ളത് അന്നേരം നമുക്ക് നോക്കാം. അങ്ങനെയല്ല, ഉറപ്പുണ്ടോ നമ്മളിന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നു? എന്തായാലും വൈബ് നോക്കിയതിന് ശേഷം നമുക്ക് നമുക്കത് അത് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. പ്ലീസ്, ഭക്ഷണം കഴിച്ചിട്ട് പോകാന്നുള്ളൊരു കൺസെപ്റ്റാണെങ്കിൽ അത് മറന്നു കളഞ്ഞേക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വീഡിയോസ് കാണാം. I can touch? Yeah. So cute. Oh my God. You having your food? Coco? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഇത് ഫുൾ
ആക്ച്വലി പെറ്റ് ഫ്രണ്ട്ലി ആണെന്ന്. ഇവിടെ പല വെറൈറ്റി ഓഫ് ഡോഗ്സ് യു ക്യാൻ സീ. റിയലി നൈസ്. ഹോയ് കൊക്കോ. ഹായ് കൊക്കോ. ന്യൂ ഇയർ ഈവനിങ് ആയതുകൊണ്ടും ഫുഡിന് മെയിൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കൊണ്ടും ഞങ്ങൾ ഫുഡിൻ്റെ സമയം ഇപ്പോൾ കൊക്കോനെ നോക്കാൻ നിന്നില്ല, വേഗം ഓടി പോയിട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും വെറൈറ്റി ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചിക്കൻ ആയാലും ബീഫ് ആയാലും സീ ഫുഡ് സൂപ്പ് ആയാലും എല്ലാം വെറൈറ്റി ഐറ്റംസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഡെസേർട്സിൻ്റെ ഒരു ചെറിയ സെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു, ബട്ട് അതാരും അത്ര കോൺസെൻട്രേറ്റ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിനായിട്ട് നമ്മുടെ സ്റ്റീക്ക് അത് തന്നെയായിരുന്നു. ഞങ്ങളും ഒരു 2 പ്ലേറ്റ് മേടിച്ച് അവിടെ വെച്ച് ആറാംസെ ഇരുന്ന് കഴിച്ചു. എന്തായിരുന്നാലും കൂടി ഡിന്നർ 2024 സൂപ്പറായിട്ട് തന്നെയാണ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തത്. ഡിന്നർ കഴിച്ച് ഒത്തിരി സമയം അവിടെ വേസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ എത്രയും വേഗം അത് ഫിനിഷ് ചെയ്തിട്ട് DJ ഫ്ലോറിലേക്ക് തന്നെയാണ് ഓടിപ്പോയത്. അങ്ങനെ കുറേ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ബീച്ച് ഹട്ടിൽ വന്ന് കുറച്ച് ടൈം പോസ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്തു, അക്നോളജ് ചെയ്തു ഞങ്ങളുടെ ഹൈസ് ആൻഡ് ലോസ് ഫ്രം 2024 ആൻഡ് എവറിത്തിങ് ഇൻ ബിറ്റ്വീൻ. To chapter 2025. And with this, we wish everyone a joyful and prosperous 2025. May this new year bring you happiness, success, and countless opportunities. Let every day be filled with new hope, energy, and positive experiences. Whether it's in your personal or professional life, let's continue to grow and overcome every challenge that comes our way. May love, peace, and harmony surround you, and may you achieve all your dreams.